ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാട്ടോ നമ്മൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലവിടെ തുണികളൊന്നും ഇടാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. ഒന്നും ഉണങ്ങായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു 2 ദിവസം മഴ അടുപ്പിച്ച് പെയ്തപ്പോൾ. അപ്പോൾ നമ്മളെന്തായാലും തുണികളൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ പെരേക്ക് പോകുന്നതാണ് കേട്ടോ, പുതിയ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ എന്തായാലും ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ എന്തായാലും കുറച്ച് കയറൊക്കെ കൊടുന്ന് ഞാനിതാ അയൽ കെട്ടിയിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എന്ന് വെച്ചാൽ ആകെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ, ബാക്കിൽ നമ്മൾ കോട്ടേഴ്സിൽ താമസിക്കുന്ന അവിടെ. അപ്പോൾ അവിടെ തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം ആ തുണികൾക്കായിരിക്കും. നമ്മൾ തിരുമ്പിയിട്ട് തുണികൾ വീണ്ടും ഒന്നുകൂടി ഒലുമ്പിയെടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞതാണ് പിന്നെ തുണികളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടെ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഈ മക്കളെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങണമെങ്കിൽ ഭയങ്കര പാടാട്ടോ. ഈ ജീൻസിൻ്റെ പാൻറ്റും ടീഷർട്ടുകളും അങ്ങനത്തെ ഒക്കെ നല്ല കട്ടിയുള്ളതൊക്കെ ഉണങ്ങണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഒഴിഞ്ഞ് കിടക്കുകയല്ലേ, നമ്മളിപ്പോൾ താമസമൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല കാറ്റും ഒക്കെ കിട്ടുന്നതുകൊണ്ട് വേഗം പെട്ടെന്ന് ചെറുതുകളൊക്കെ ഒന്ന് വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണികൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു സ്മെല്ലല്ലേ. എന്നാൽ തന്നെ ഞാൻ കംഫേർട്ട് ഇട്ടൊക്കെ മുക്കി നല്ലോണം കംഫേർട്ട് ഒഴിച്ചുങ്ങാണ്ടൊക്കെ കേട്ടോ മുക്കിയെടുക്കുക, മണം കിട്ടാതിരിക്കാൻ. ഈ ഒരു തുണികൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ വെയിൽ തട്ടാതെ ഉണങ്ങുന്ന തുണികളല്ലേ, അപ്പോൾ ആ ഒരു തുണികൾക്കൊരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ലല്ലേ. അപ്പോൾ ഇതാട്ടോ മക്കളത്തിൻ്റെ പറഞ്ഞാൽ നല്ല കട്ടിയും കാനൊക്കെ ഉള്ള ടീഷർട്ടുകളും പാൻറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് വേഗം ഒന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെതും കാക്കുൻ്റെയൊക്കെ ഇതാട്ടോ കുറേയൊക്കെ ഉണങ്ങിക്കണം. 2 ദിവസം മുന്നിട്ടതാണ്, അതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തുകൊണ്ട് പോയി, ഉണങ്ങാത്തത് ഒക്കെ അവിടെ ഇടുകയും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ ഉണ്ട് കേട്ടോ, അമ്മയുണ്ട്, കാക്കൊക്കെ ഉണ്ട്. കാക്കു താഴത്ത് നല്ല പുല്ല് പറിക്കലാണ് കേട്ടോ. അപ്പോൾ ഇളയച്ചൻ വന്നിട്ടുണ്ട്. ഇളയച്ചന് ഇനി കുറ്റിയടി ഉണ്ടാവും കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ കുറ്റിയടിക്കലുണ്ടാവും, വീട് പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ മഴയും കാറ്റും മഴയൊക്കെ വന്നന്ന് നമ്മളെ വാഴകളൊക്കെ മറിഞ്ഞും ഒടിഞ്ഞും ഒക്കെ പോയി കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു അതിൽ കുറച്ച് വാഴക്ക ഉണ്ട്, കായ ഉണ്ടത് ഉപ്പേരി വെക്കാൻ പാകമായിട്ടുള്ളൂ, അതിന് കുറച്ച് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വാഴക്കൂമ്പ് ഉണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ആ പൂവെന്ന് തേന് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഒന്നും ആ തേനില്ല കേട്ടോ, എവിടെ പോയി എന്നറിയില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ടോ, ആ പൂവൊക്കെ എടുത്തിട്ട് കുറേ നേരം തേനുണ്ടോ നോക്കി, പക്ഷേ എവിടെ തേനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി മഴവെള്ളം ഇറങ്ങിയതാണോ എന്നറിയില്ല. അങ്ങനെ ഞാനെന്തായാലും കുറച്ചിതാ കായ പറിച്ചെടുക്കുന്നു കേട്ടോ. ഫുള്ളൊന്നും എടുത്തിട്ടില്ല, അത് ഇനി അവിടെ പറിച്ച് വെക്കണം. ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഉപ്പേരിയൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല ഇളയ കായാണ്, ഒരുപാട് മൂപ്പ് കമ്മിയല്ല, എന്നാൽ മൂപ്പ് ഏറിയിട്ടില്ല കേട്ടോ. രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മൾക്ക് ചെറുപയറോ അല്ലെങ്കിൽ മമ്പയറോ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും കൂടിയാണ് എടുത്തത്. അപ്പോൾ ഉമ്മയും കുറച്ചങ്ങനെ ഉമ്മ കുറച്ച് എടുത്തോ ഇല്ലേന്ന് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയിലിട്ടോ. ഉമ്മ പിന്നെ പോയത് ഞാൻ കണ്ടില്ല, ഞാൻ പിന്നെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആ ഇടയിൽ അങ്ങനെ ഉമ്മ പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ കൊണ്ടുപോയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മളെ തൊടുക്കൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ അവിടെ കുറച്ച് ചീനിമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ കുറച്ച് അറുക്കണം എന്ന് വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഫുള്ള് അറുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടോ നോക്കാൻ പോയതാണ്. പക്ഷെ മുളക് മരത്തിൽ ചെറുതാണ് കേട്ടോ, മൂത്തിട്ടില്ല. അപ്പോൾ മൂക്കാത്ത കാരണം ഞാൻ അറുത്തില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ അമ്മായിയാണ് കേട്ടോ, ഇവിടുത്തെ ഇപ്പാൻ്റെ പെങ്ങൾ കേട്ടോ, ഇവരെ അമ്മായി, ഹസ്ബൻഡ് നമ്മളെ കാക്കുവിൻ്റെ അമ്മായി കേട്ടോ. അപ്പോൾ അമ്മായി ആ വീട്ടിലാണ് കേട്ടോ താമസം, ചെറിയൊരു വീടാണ്. അതായിരുന്നു ഇവരെ ഉപ്പാൻ്റെ തറവാട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരു ഭാഗം വെച്ചിട്ട് കിട്ടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് അപ്പുറവും ഇപ്പുറമൊക്കെ ഉണ്ട്. നമ്മുടെ എളാപ്പാൻ്റെ വീടാണ്. ആ മതിലിൻ്റെ അപ്പുറത്ത് എളാപ്പാൻ്റെയും അവരൊക്കെ കുടുംബം, മൂത്താപ്പ എളാപ്പാൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ ചുറ്റും. അങ്ങനെ ഇതാ നമ്മൾ കാക്കു അവിടെ നല്ല പുല്ല് പറിക്കലാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നു പുല്ലൊന്നും പറിക്കാതെ. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മടിയാണ് കേട്ടോ പണികൾ. ഈ പുല്ല് പറിക്കാനൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടിയാണ്. പിന്നെ അതിങ്ങനെ ചൊറിഞ്ഞും മാന്തി നടക്കണ്ടേ.
അങ്ങനെ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുറ്റത്ത് കുറച്ച് മണൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ മണലിന് കുറച്ച് സ്റ്റെപ്പ് കെട്ടാണ്ട് കേട്ടോ, അപ്പുറമൊക്കെ സ്റ്റെപ്പുകൾ കെട്ടാണ്ട്, ബാത്റൂമിലേക്ക് കയറുന്ന അവിടെ കുറച്ച് സ്റ്റെപ്പ് കെട്ടാണ്ട്, അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മണൽ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൈക്കോട്ടിൽ ഞാൻ കോരിത്തരാം, ഈ ഒന്ന് കൊട്ടിയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൂടി കൊടുക്കണം കേട്ടോ. എനിക്കങ്ങനെ കൂടി കൊടുക്കണതിൽ ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ വീട്ടിലത്തെ പണികൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു ലാഭമല്ലേ. ഒരു പണിക്കൊരു ആളെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ 1000 ഉറുപ്യ കൂലി കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പറ്റുന്ന പണികൾ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യാൻ തന്നെയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മോൾക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ തൈകളൊക്കെ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതാട്ടോ മോൾക്ക് കയറി വന്നതാണ്. അപ്പോൾ കാക്ക അവിടെ താഴത്തുണ്ട് കേട്ടോ, ഒരു പുല്ല് പറിക്കുക തന്നെയാണ്. പുല്ല് പറിച്ചിട്ടും ഓരോരോ പണികൾ എടുക്കും കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനത്തെയൊക്കെ ഓരോരോ പണികളാട്ടോ ചെയ്യുക. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നാലും പണിക്ക് പോവാതെ ലീവായാലും എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എളാപ്പാൻ്റെ വീട്. അപ്പോൾ അതാ നമ്മുടെ തൈകളൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് കാരണം നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഫ്രണ്ടിൽ ഫുള്ള് റബ്ബറാട്ടോ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്, ആ ഭാഗത്തൊക്കെ ഫുള്ള് റബ്ബറാണ്. പിന്നെ ഇപ്പോൾ മഴ പെയ്ത് കാരണം കുറേ റബ്ബർ വിറകൊക്കെ പൊട്ടിച്ചാടി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ വിറകൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കലില്ല കേട്ടോ വിറക്. നമുക്ക് ഇനിയിപ്പോൾ അവിടെ പോയിട്ടൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ വീടൊക്കെ അവിടെ അന്ന് വിറകൊക്കെ ഒന്ന് പെറുക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ബുഷ് ഓറഞ്ച് അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുഞ്ഞിതായിരുന്നല്ലോ അല്ലേ, കാണാനൊന്നും പറ്റിയിരുന്നില്ല, അത്രയും ചെറുതായിരുന്നു. ഇപ്പോൾ ഇതാട്ടൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്നുകൂടി വലിപ്പം വെക്കും കേട്ടോ, ഒരുപാടൊന്നും വലുതാവില്ല, ബുഷ് ഓറഞ്ച് അല്ലേ. പിന്നെ ഇതാ പൂവിടുന്നുണ്ട്, ഇനിയും കുറേ പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പെരീത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തോട്ടിലേക്ക് ഒന്ന് വന്നതാട്ടോ, ഒന്ന് നീന്താം, കയ്യും കാലിനൊക്കെ ഒന്ന് ഉഷാറിക്കോട്ടെ എഴുതിയിട്ട് നീന്തല്ലേ പറഞ്ഞിട്ട് ഞാനും മോനും കാക്കും കൂടി തോട്ടിലേക്ക് വന്നാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഒലിവാണ് കേട്ടോ, അപ്പോൾ മോന് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, അവന് ചിലപ്പോൾ ഒലിച്ച് പോകും. അതിൻ്റെ ഇപ്പുറത്ത് പാലത്തിൻ്റെ ഇപ്പുറത്ത് ഇതുപോലൊരു കുണ്ടാണ് കേട്ടോ. അപ്പോൾ ഓനേറ്റ് ഇനി ഓന് ചിലപ്പോൾ വെള്ളം ഇങ്ങനെ തള്ളല്ലേ, ഒരു ഒലിവ് വരുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മോന് ചിലപ്പോൾ അങ്ങോട്ട് പോന്നാലോ എഴുതിയിട്ട് പേടിച്ചിട്ട് അവിടെ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിരപ്പായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ അവന് കളിക്കാനൊക്കെ സുഖമാണ്, എന്നാൽ തന്നെ അവന് നിന്നിട്ട് വെയ്ക്കണില്ല കേട്ടോ, ബാക്കിക്ക് ഇങ്ങനെ വെള്ളം പോണ വഴിക്ക് അങ്ങനെ അവനും അങ്ങനെ പോവുകയാണ്, നിൽക്കാനൊന്നും കഴിയണില്ല. അപ്പോൾ കാക്കു ഇറങ്ങിയിട്ടുണ്ടോ, അപ്പം എനിക്കും ഇറങ്ങാനൊക്കെ പുതിയുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടോ കുറച്ച് നേരം. അത് കുറേ മുന്നേ ഞാനിതുപോലെ തോട്ടിൽ, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ അന്നൊന്നും എനിക്ക് ചാനലൊന്നുമില്ല, അന്നൊക്കെ ഞങ്ങളിങ്ങനെ കുറേ ഞാനും കോട്ടയസത്തെ ഒരു 2-3 ആൾക്കാരും കൂടി അലക്കാൻ വേണ്ടി പോയിട്ടോ, വലിയ മെയിനായിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ എൻ്റെ കാലിൽ ഒരു നീർക്കോലി ഉണ്ടല്ലോ, ആ ചെറിയ പാമ്പ്, വിഷമൊന്നും ഇല്ലാത്ത പാമ്പുണ്ടല്ലോ, നീർക്കോലി ഒന്ന് ചുറ്റിയിട്ടോ. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, കുളത്തിലും തോട്ടിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ നല്ല ഇഷ്ടമാണ് കേട്ടോ, നീന്താനും ഇതിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓന് നീന്തൽ പഠിപ്പിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ നീന്താൻ കഴിയുന്നില്ല കേട്ടോ. അപ്പുറത്ത് നമ്മൾ പള്ളിക്കുളം ഉണ്ട്, അപ്പോൾ അതിക്ക് പോകാമെന്ന് വെച്ചാൽ നല്ല വെള്ളമുണ്ട്, നല്ല കുറച്ച് കുണ്ടുള്ള കുളമാണ് കേട്ടോ. അപ്പോൾ അതിൽ അവന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ വാപ്പിയും അവനും കുറേ നേരം തിരക്കൂടണുണ്ട് കേട്ടോ, തല്ലൂടണുണ്ട്. എന്താ വെച്ചാൽ ഓനെ കയ്യിൽ കടത്തിയിട്ട് ഓന് നീന്തല്ല, വെറുതെ കളിച്ച് ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഈ ഇറങ്ങേണ്ട, ഡ്രസ്സൊക്കെ നനഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കുളിച്ച് മാറ്റി വന്ന ആളാട്ടോ. അപ്പോൾ ഒന്ന് ചുങ്കത്തേക്ക് പോകണം, മോനെ ഒന്ന് സ്കൂൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുളിച്ച് മാറ്റിയ ആളാണ് ഇപ്പോൾ കേട്ടത്. ഇനിയിപ്പോൾ ഡ്രസ്സ് വിലയിൽ പോയിട്ട് ഇനി ഡ്രസ്സ് മാറാൻ എന്നെ കൊണ്ടാവില്ല, നനക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഒരു ഭയങ്കര ഇറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് നനക്കാനൊരു ആഗ്രഹം കേട്ടോ. അതിൽ ഞാൻ എല്ലാ സൈഡ് ഒന്ന് ഇറങ്ങി നിന്നു കേട്ടോ. ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വേഗം കയറുക ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് കാലിലിങ്ങനെ വന്ന് തട്ടുമ്പോഴത്തേനും എനിക്ക് പേടിയാവുകയാണ് കേട്ടോ. അവരപ്പോൾ പാമ്പുണ്ടോ ഇതൊരു, ഞാൻ പിന്നെ അധികം നിന്നില്ല കേട്ടോ. ഞാൻ വേഗം
മേലേക്ക് കയറുക ചെയ്തത്. അവരങ്ങനെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ രണ്ടാളും കൂടി അടിയും കൂടി അവിടെ കിടന്ന് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഇതാട്ടോ വൈകിട്ട് മഗ്‌രിബൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. നമ്മൾ മോന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹോൾസെയിൽ സാധനങ്ങൾ കൊടുക്കുന്ന കട ഉണ്ട്. ഞങ്ങൾ എന്നും ഞാൻ കുറേ 2-3 വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കട. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അധികം ഞങ്ങൾ സാധനങ്ങൾ എടുക്കുന്നത്. നല്ല ലാഭമാണ്. അപ്പോൾ പോകുമ്പോൾ അതാ നമ്മുടെ സ്വന്തം ഷവർമ്മ കട അവിടെ കാണാണ്ട്. ഞങ്ങൾ എന്നും അവിടെ നിന്ന് കേട്ടോ ചായയും ഷവർമ്മയൊക്കെ കഴിക്കണത്. അപ്പോൾ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് കാക്കു നിർത്താതെ കൊണ്ട് പോയിട്ടോ. അപ്പോൾ അതാ സ്കൂൾ ബസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർക്കൊക്കെ അറിയണതാണല്ലോ അല്ലേ ഈ കട. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വീഡിയോസിലും. അങ്ങനെ അവിടെ പോയിട്ട് ഇതാ നോട്ട്ബുക്കുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവനങ്ങോട്ട് വിട്ടു. അവന് വേണ്ടത് എന്താ വെച്ചാൽ അവനെന്നെ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് അവനങ്ങനെ ആവശ്യമുള്ളത് എടുത്ത് അങ്ങനെ കൊട്ടേക്ക് ഇടുക ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ 1000 രൂപേൻ്റെ പർച്ചേസിന് 1 കിലോ പഞ്ചസാര ഫ്രീ ആണ് അത്ര കേട്ടോ. അപ്പോൾ നമുക്ക് 2 കിലോ പഞ്ചസാര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്കു അവിടെ ബില്ല് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഓരോന്നിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമിലേക്കുള്ള ഐറ്റംസുകളാണ്. പിന്നെ മൺചട്ടി കണ്ടപ്പോൾ എനിക്കൊരു കൊതി കേട്ടോ. ആ ഒരു ഇങ്ങനെ പുടുത്തുള്ള ഈ ഒരു മൺചട്ടി വാങ്ങാൻ ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നെ നല്ലൊരു സംഖ്യ അവൻ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ബില്ലൊക്കെ അടച്ച് കാക്കു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഒരു ഷവർമ്മ റോളൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മോനിനി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് വാങ്ങണം. അപ്പോൾ ആദ്യം ഇനിയിപ്പോൾ ചെരുപ്പ് വാങ്ങാൻ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇതാ ഷവർമ്മ കഴിക്കാൻ കയറിയിട്ടോ. ഞാനൊരു റോളും എല്ലാവർക്കും 3 റോളാട്ടോ വാങ്ങിച്ചത്. ഞാനും കാക്കും ചായയാണ് കുടിച്ചത്. മോന് ലൈമും വാങ്ങിക്കൊടുത്തിട്ടോ. നമുക്ക് പിന്നെ എവിടെ പോയാലും ചായക്കാട്ടോ ആവശ്യം. വേറെ ജ്യൂസോ ലൈം അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ അവിടെ നിന്ന് ഷവർമ്മയൊക്കെ ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. മോന് ചെരുപ്പ് എടുക്കണം. അപ്പോൾ ഇതാ ഇവിടുന്നാണ് ചെരുപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കാക്കും മോനും പോയിട്ട് ഏതാ എടുത്തേക്കണമെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടീൻ്റെ അവിടെ നിൽക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ എല്ലാതും വാങ്ങിച്ചതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ 2 കീസുണ്ട് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാക്കു അറിഞ്ഞിട്ടില്ല. ബില്ല് കൊടുത്തപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഞാനും എല്ലാ ഗ്യാപ്പിലെടുത്തിട്ട് അവിടെ ഒരു ബില്ലടിക്കുന്ന ആളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ലടിക്കുമ്പോൾ ഇതും കൂടെ അടിച്ചുള്ളതുകൊണ്ടെന്ന്. പക്ഷേ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ കാക്കു വീട്ടിലെത്തിയിട്ടല്ല അവിടെ പാക്ക് ചെയ്യണ സമയത്താണ് കേട്ടോ ഇതാരതാന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആ സാധനം എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ വാങ്ങിയിട്ടുള്ളത് ബാഗ്, ടിഫിൻ ബോക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ സ്കൂളിൽ നിന്ന് അവർക്ക് ഫുഡ് ഉണ്ടല്ലോ, ഭക്ഷണം ഉണ്ടല്ലോ, ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷെ അവനോട് എത്ര പറഞ്ഞിട്ടും അവന് കേട്ടില്ല. അവന് ലഞ്ച് ബോക്സ് വേണമെന്ന് തന്നെ വാശിട്ടോ. അപ്പോൾ എന്തായാലും ഇനി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾ വാശി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചീത്ത പറയുമ്പോൾ നമുക്കൊരു മടിയല്ലേ. അപ്പോൾ കാക്ക അവൻ്റെ ഇഷ്ടമല്ലേ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ കേട്ടോ, വെള്ള ബോട്ടിൽ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബോക്സാണ് കേട്ടോ. ബോക്സുകൾ ഒരു 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓന് ബോക്സും അതുപോലെ പൗച്ചും അതൊക്കെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇപ്പം കുറേ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ കുറേ അതൊക്കെ അങ്ങോട്ട് അവൻ്റെയൊക്കെ ഒന്ന് വാങ്ങി വെക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മളെ ജോമെട്രി ബോക്സില്ലേ, മാത്സിനൊക്കെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ 5ാം ക്ലാസ്സൊക്കെ അല്ലേ ഇതൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് ഞാൻ സ്കൂൾക്ക് ഡെയിലി ഒന്നും ഞാൻ കൊടുത്തയക്കില്ല കേട്ടോ. ഞാനിത് എടുത്ത് വെക്കുക ചെയ്യുക. മാത്സിൻ്റെ ആ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ ആ സമയത്ത് അവർ ടീച്ചർമാർ ഗ്രൂപ്പിൽ അറിയിക്കുമല്ലോ, ആ സമയത്ത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിലപ്പോൾ തിരിച്ച് സാധനങ്ങളൊന്നും എത്തൂല. അങ്ങനെയാണ്. അപ്പോൾ അതാ ഒരു പ്ലേറ്റും വാങ്ങിച്ചിരിക്കണം കേട്ടോ. അവനിങ്ങനെ കുഴിയുള്ള പ്ലേറ്റ് വേണമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലത്തെ ഒരു കുഴിയുള്ള പാത്രം. അപ്പോൾ ഉമ്മ വരുമ്പോൾ കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവന് കേൾക്കാൻ കഴിയണില്ല. ആൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങണം എന്നായിട്ട് അങ്ങനെ അതും വാങ്ങി. പിന്നെ ഒരു സാധാ ബോക്സ് കേട്ടോ. ഇത് മറ്റേ നമുക്ക് പെന്നും പെൻസിലും ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാ ബോക്സും വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കട്ടർ, ഒരു റബ്ബറും കട്ടറൊക്കെ ഒരു കൂടാണ് ഇട്ടെടുത്തത്. അത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല, അവനത് വെറുതെ കേടെടുത്തി കളയും. അതുകൊണ്ട് കഴിയുന്ന ആവശ്യത്തിനനുസരിച്ച് ഇനി വാങ്ങണം. അപ്പം ഞാൻ നിങ്ങളോട് സർപ്രൈസ് പറഞ്ഞ സാധനം
ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചിരവ പഴയ ചിരവയായിരുന്നു, അത് പൊട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചിരവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എത്ര 290 റുപ്യ കേട്ടോ ആ ചിരവക്ക്. അപ്പോൾ അത് അത്യാവശ്യമല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് എടുത്തതാണ്. അപ്പോൾ കാക്ക അറിയാതെ എടുത്തതായിരുന്നു കേട്ടോ അത്. പിന്നെ ഇതാ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി നോട്ട്ബുക്കുകൾ ഇനിയും വാങ്ങാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 നോട്ട്ബുക്ക് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇനി മദ്രസക്ക് എത്ര നോട്ട്ബുക്കാണ് ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ അവർ മെസ്സേജ് അയച്ചതിന് ശേഷം വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സ്കൂൾക്ക് 10 നോട്ട്ബുക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിൻ്റെ എണ്ണം കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് 2 കിലോ പഞ്ചസാര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ചില്ലാനും ഉറുപ്പ്യ ആയിട്ടുണ്ട് കേട്ടോ. 2000 എത്രയോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 കിലോ പഞ്ചസാരയും കിട്ടി. എന്താ വെച്ചാൽ 1000 രൂപൻ്റെ പർച്ചേസിനാണ് 1 കിലോ പഞ്ചസാര, 2000-ന് 2 കിലോ പഞ്ചസാര കേട്ടോ. അങ്ങനെ സ്കൂൾ പർച്ചേസും കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇക്കൊല്ലത്തെ, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ പർച്ചേസ്. അപ്പോൾ ഒരു സ്കൂൾ തുറക്കുമ്പോഴത്തേനും എന്തെല്ലാം വേണമല്ലേ കുട്ടികൾക്ക്. അപ്പോൾ നമ്മളെ ഈ വർഷത്തെ സ്കൂൾ പർച്ചേസ് ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.